ഹായ്, അപ്പോൾ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കുറച്ച് തിരക്കിട്ട പണിയിലാട്ടോ. കണ്ടോ, ഞാൻ ആകെ വേർത്ത് കുച്ചിരിക്കുകയാണ്. വേറെ ഒന്നുമല്ല, നമുക്ക് കുറച്ച് ചെടികൾ വാങ്ങിക്കൊടുത്തിട്ട് നമ്മൾ വണ്ടൂർ പോയപ്പോൾ കുറച്ച് ചെടികൾ കണ്ടപ്പോൾ അത് വാങ്ങി പോന്നിട്ടുണ്ട്. അപ്പോൾ അത് കുഴിച്ചിടുന്ന തിരക്കിലായിരുന്നു. അപ്പോൾ നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടാലോ? അപ്പോൾ ഇന്നത്തെ വീഡിയോ അത് തന്നെ ആയിക്കോട്ടെ അല്ലേ. അപ്പോൾ ഇത് നടാനായിട്ട് കുറച്ച് മണ്ണൊക്കെ എടുത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം. ഈ മണ്ണിൽ കുറച്ച് ചപ്പൊക്കെ ഉണ്ട്, അതൊക്കെ പൊറുക്കി മാറ്റണം. ഇലകളും ചപ്പൊക്കെ ഉണ്ട്, അതൊക്കെ പൊറുക്കി മാറ്റി നന്നാക്കി എടുക്കാം അല്ലേ. ഇനി കുറച്ച് ആട്ടും കാഷ്ടം ഇടണേ. ഇവിടെ ആടുകൾ ഉണ്ടായതുകൊണ്ട് ഞാൻ ആട്ടും കാഷ്ടം എടുത്തത്. ചാണകമൊക്കെ ഉണ്ടെങ്കിൽ ചാണകം എടുക്കാം, എല്ലുപൊടിയൊക്കെ എടുക്കുന്നവരുണ്ട്. ഞാനിതാട്ടോ എടുക്കുന്നത്. ഇത് നന്നായി മണ്ണുമായിട്ട് നന്നായി മിക്സ് ചെയ്യാം. എനിക്ക് പണ്ടേ ചെടികളോട് ഭയങ്കര താല്പര്യം കേട്ടോ. ഇവിടെ ഒരുപാട് ചെടികളുണ്ടായിരുന്നു, ഒക്കെ പോയി. പിന്നെ അത് ശ്രദ്ധിക്കാതായി, കുട്ടികൾ പറക്കുകയായി, അങ്ങനെ ഒക്കെ പോയതാണ്. അപ്പോൾ ഇന്ന് വണ്ടൂരിൽ നിന്ന് പോയി വന്നപ്പോഴാണ് അവിടെ ചെടി വിൽക്കുന്നത് കണ്ടത്. അപ്പോൾ കണ്ടത് ഏട്ടൻ അങ്ങോട്ട് വണ്ടി വിട്ടുകയും ചെയ്തു, എനിക്ക് വാങ്ങി തരികയും ചെയ്തു കേട്ടോ. അപ്പോൾ അത് കൊടുന്ന് ഇനി കുറച്ച് ചെടിപ്പണികളൊക്കെ തുടങ്ങണം. നമുക്കിതൊക്കെ ചട്ടിയിലേക്ക് മാറ്റാം അല്ലേ. ഇനി എല്ലാ ചട്ടിയിലും മണ്ണ് നിറക്കട്ടെ കേട്ടോ. ഇത് പിന്നെ ഇവിടെ ഉണ്ടായൊരു ചട്ടിയാണ്. ഇത് ചെടിയൊന്നുമില്ല, ഇത് ചെടിയൊക്കെ പോയിരുന്നു. ചട്ടി ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇതെന്തായാലും ഇതിൻ്റെ മണ്ണൊക്കെ എടുത്ത് മാറ്റി, പുല്ലൊക്കെ പറിച്ച് മണ്ണൊക്കെ എടുത്ത് മാറ്റി നമുക്ക് ഇതിലേക്ക് നല്ല മണ്ണ് ചേർക്കാം. നമ്മൾ ഉണ്ടാക്കി വെച്ച മണ്ണ് ചേർക്കാം, എന്നിട്ട് ഇതിലേക്ക് നട്ടു കൊടുക്കാം. ഈ ചട്ടി പിന്നെ ഞങ്ങളിവിടെ ഉണ്ടാക്കിയതാണ് കേട്ടോ. കുറേ മുന്നേ സിമെൻറ്റും മണ്ണൊക്കെ എടുത്ത് അങ്ങനെ ഉണ്ടാക്കിയ ചട്ടിയാണ് കേട്ടോ. പെയിൻ്റൊന്നും അടിച്ചിട്ടില്ല, അതാണ് ഇങ്ങനെ. എങ്ങനെയുണ്ട്, കൊള്ളാം അല്ലേ. ആദ്യത്തെ ഇതാ നല്ലതാ റോസാണ് കേട്ടോ. നമുക്കിത് കുഴപ്പമൊന്നുമില്ല, പേരൊക്കെ ഇതായിട്ടില്ല. ഇതിനി ഉണ്ടാകുമോ എന്തോന്ന് അറിയില്ല, കുഴിച്ചിട്ട് നോക്കാം. മുട്ടൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ ഇതാട്ടോ വാങ്ങി, കണ്ടോ. ഇതും അതുപോലെ തന്നെ കണ്ടോ, കിഴങ്ങാണ്, പോവില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അയാൾ, എന്താ അറിയില്ല. എന്തായി റോസ്, നല്ല നല്ല കൊല പോലെ ഇട്ടാവണതാട്ടോ അല്ലേ. പിന്നെതാ ഇത് വിരിഞ്ഞിട്ടില്ല, മൊട്ടാണ്, വിരിയുമ്പോൾ കാണാം. അടുത്തത് ഇതാ ഈ ജമന്തി. ഇതിൻ്റെ കളർ ഇഷ്ടപ്പെട്ട് വാങ്ങിയതാട്ടോ. എന്തോ ഒരു രസം അറിയോ, എനിക്ക് ഇഷ്ടമാട്ടോ ഇങ്ങനെ ചെടികളൊക്കെ ഉണ്ടാക്കുന്ന. പിന്നെതാ ഈ കളർ, ഈ ജമന്തി. പക്ഷെ ഇത് ഇതിൻ്റെ ഒപ്പം ഉണ്ടായതാട്ടോ. ഇത് പൊട്ടി പോന്നപ്പോൾ ഇങ്ങനെ ഡാമേജ് ആയതാ തോന്നുന്നുണ്ട്. എന്തായാലും നട്ട് നോക്കാം. ഇതാ ഇവിടെ അല്ലതാ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഇനി ഇത് നടാം അല്ലേ. ചെടിയൊക്കെ കുഴിച്ചിട്ടോ. ചട്ടിയിൽ കുറച്ച് മണ്ണൊക്കെ കുറച്ച് ഓവറാണ്, അപ്പോൾ അതൊന്ന് കുറച്ചൊക്കെ മാറ്റി കൊടുക്കാം. ചെടി കുഴിച്ചിട്ട് എത്രയും വേണ്ടല്ലോ. നമുക്കിനി നട്ട് കഴിഞ്ഞിട്ട് ബാക്കി മണ്ണേക്കൊക്കെ ഇടാം. കുഴിച്ചിട്ട് കേട്ടോ. ഇത് ഉണ്ടാവുമെന്ന് അറിയില്ല കേട്ടോ. കിഴങ്ങ് ഉണ്ടാവുന്നതുകൊണ്ട് ചിലപ്പോൾ ഉണ്ടാവുമാവും, ദൈവത്തിനറിയാം. എന്തായാലും നമുക്ക് കുഴിച്ചിട്ട് നോക്കാം, ചിലപ്പോൾ പോവുമാവും. എന്തായാലും റിസൾട്ട് ഞാൻ പറയാം കേട്ടോ. ഉണ്ടാവുകയാണെങ്കിലും പോവുകയാണെങ്കിലും ഒക്കെ. ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ, എന്താ അറിയില്ല. ഞാൻ വാങ്ങിയപ്പോൾ ചോദിച്ചതുമില്ല, അതിന് ഭംഗി കണ്ട് വാങ്ങിയതാണ്. അപ്പോൾ ഇത് കഴിഞ്ഞു കേട്ടോ. ഇതവിടെ നിൽക്കട്ടെ, നമുക്ക് ഇനി അടുത്ത കുഴിച്ചിട്ടാം. എല്ലാവരും മണ്ണ് ഓവറാണ്, അതൊക്കെ ഒഴിച്ച് കൊടുക്കണം.
അപ്പോൾ അടുത്തതാ ഈ റോസാട്ടോ. ഇതിൽ ഒരുപാട് പൂവുണ്ടാവും എന്നാണ് പറഞ്ഞത്. കണ്ടോ, ഒരു ശാഖയിൽ തന്നെ ഒരുപാട് പൂവുണ്ട്. അപ്പോൾ നമുക്കിത് നടാം. നമുക്കിനി ഓരോന്നായിട്ട് ഇങ്ങനെ കുഴിച്ചിടാമല്ലേ. അടുത്തതായി ഇതാണ് കേട്ടോ. എല്ലാത്തിനും മണ്ണ് ഓവറാണ്. അതൊക്കെ ഞാൻ ഇട്ടപ്പോൾ ഒരുപാട് മണ്ണ് ഇട്ടു, അതാണ്. അപ്പോൾ അതായത് ഈ കളറാണേ. ഇങ്ങനെയുണ്ട്. ഇതൊക്കെ ഉണ്ടാവുമോ എന്തോ, അതാണ് ഇപ്പോൾ ഒരു ടെൻഷൻ. ഇത്രയും പൈസ കൊടുത്ത് വാങ്ങിയിട്ട് ഉണ്ടാവുമോ എന്തോ അല്ലേ. ഉണ്ടായാൽ മതിയായിരുന്നു. എന്താ പറയുക, ബെഡ് തയ്യ അല്ല എന്നാട്ടോ പറഞ്ഞത്. കണ്ടോ, എൻ്റെ ഇത് കാണാനും ഇല്ല. കണ്ടോ, ഇപ്പം ഇത് പറിക്കണ പേടിയുള്ളൂ. മോള് പറിക്കും. അത് പൂവ് പറഞ്ഞാലേ എപ്പോഴും പൂ പിച്ചുകൊണ്ട് നടക്കും. മതിലിൻ്റെ മുകളിൽ വെച്ചാൽ കിട്ടില്ല. അവളെ ഉള്ളൊരു പേടി. പറിക്കല്ലേ, ഇതാ പറഞ്ഞപ്പത്തിന് ഇതാളെത്തി. അമ്മ ഞാൻ പറിക്കട്ടെ. അത് പറിച്ച അടി കിട്ടും. അതുപോലെ എനിക്കിതാ ഈ കളറ് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. ഇതിൻ്റെ കളറ് കണ്ട് വാങ്ങിയതാട്ടോ ഈ ചമ്മന്തി. എങ്ങനെയുണ്ട്? ഇതിലേറ്റവും കൂടുതൽ ഇഷ്ടമായ ഇതാണ് കേട്ടോ. നല്ല വെറൈറ്റി ഉണ്ട് കേട്ടോ അവിടെ. പക്ഷേ നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങണമല്ലോ ഇപ്പോൾ നമുക്ക് വാങ്ങാൻ പറ്റുള്ളൂ. അപ്പം അതേമാതിരിക്കാണ് കേട്ടോ ഈ ഒരു വെറൈറ്റി ചമ്മന്തിയിൽ പെട്ടതിന്. ഇത് സത്യം പറഞ്ഞാൽ ഞങ്ങൾ വാങ്ങിയതല്ല. ഇപ്പോൾ നേരത്തെ കാണിച്ച ചമ്മന്തിയില്ലേ, അതിൻ്റെ ആ കവറിലുണ്ടായതാണ് കേട്ടോ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒരു ശരി ഞങ്ങൾക്ക് ലാഭമായതാണ്. ഫ്രീ ആയി കിട്ടി. ഇനിയപ്പോൾ അത് നട്ട് നോക്കാം എങ്ങനെ ഉണ്ടാവും എന്താ അറിയില്ലല്ലോ. പക്ഷെ അതിന് വേരൊക്കെ ഉണ്ട് കേട്ടോ. മരക്ക് അത് ഞങ്ങൾ വണ്ടിയിൽ പോന്നപ്പോൾ ഇങ്ങനെ ഡാമേജ് ആയതാണ്. കുഴിച്ചിട്ട് നോക്കാം, ഉണ്ടാവുകയാണെങ്കിൽ ഉണ്ടാവട്ടെ അല്ലേ. ഇവളെയാണ് പേടിക്കണ്ടേ. പൂ പറിക്കരുത് കേട്ടോ. പറിക്കോ? പറിക്കാൻ പാടില്ല. അടി അടി. പറിക്കോ? പൂ പറിക്കോ? പറ. പറിക്കരുത് കേട്ടോ. പറ. പറിക്കരുത്. ഇവളെയാണ് പേടിക്കേണ്ടത്. കണ്ടോ കണ്ടോ. അതേ നമ്മളെ ചെടികളൊക്കെ നട്ടു കേട്ടോ. നമുക്കിതൊരു സ്ഥലത്ത് വെക്കണം, അതിൽമ വെക്കാം. അല്ലെങ്കിൽ ഇതാ ഇവള് പറിക്കും. കണ്ടോ മോളെ, അടി. അതാ നമ്മളിതൊക്കെ സെറ്റ് ചെയ്തു കേട്ടോ. കണ്ടോ, ഇതൊന്നും
അപ്പോൾ നമുക്ക് ഇതിനൊക്കെ എന്താ അറിയോ വെള്ളം ഒഴിച്ച് കൊടുക്കാം. നട്ട് കഴിഞ്ഞ് വെള്ളം ഒഴിച്ച് കൊടുക്കണമല്ലേ. ഇതിനൊക്കെ കുറച്ച് വെള്ളം ഒഴിച്ച് ദാഹം മാറ്റാമല്ലേ. ഇത് വെള്ള ചമ്മന്തിയാണ് കേട്ടോ, പക്ഷെ ഇത് പോയി. ഇതൊക്കെ ചെടികളാണ്, പക്ഷെ ഒക്കെ കേട് വന്നിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് ഒന്ന് മാറ്റി കുഴിച്ചിടണം. കണ്ടൊക്കെ കേട് വന്നു. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മളെ ചെടിയൊക്കെ കുഴിച്ചിട്ട് വീഡിയോ എങ്ങനെയുണ്ട്? എല്ലാവർക്കും ഇഷ്ടമായോ? അപ്പോൾ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ കമൻറ്റ് ഇടാൻ മറക്കരുത് കേട്ടോ. അവർക്ക് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് പിന്നെയും കാണാം കേട്ടോ. ബൈ.